Hello, welcome to my channel speakeasy spoken English training tutorial. സ്പോക്കൻ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇംഗ്ലീഷിൻ്റെ ആശയങ്ങളിൽ രണ്ട് ആശയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ ആശയം വിൽ ഹാവ് ടു, ചെയ്യേണ്ടി വരും എന്ന ആശയവും രണ്ടാമത്തത് ഹാഡ് ടു, ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന ആശയങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം വിശദമായി പഠിച്ചത്. ഇനി മൂന്നാമത്തെ ഒരു ആശയത്തെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. മൂന്നാമത്തെ ഒരു ആശയമാണ് ഹാവ് ടു. ഹാവ് ടു എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ആശയം വരുന്നത് ചെയ്യേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ ആശയം വരുന്നത്. സർവ്വസാധാരണയായി നാം പറയുന്ന ഒരു വാക്കാണ് എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു ബൈക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ബ്രദറുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, എനിക്കിവിടെ ഇരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന ആശയം എവിടെയെല്ലാം വരുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ ഹാവ് ടു എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിളായി ഐ ഹാവ് ടു സിറ്റ് ഹിയർ, എനിക്കിവിടെ ഇരിക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു ബൈ സം വെജിറ്റബിൾസ്, എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ ടു മാർക്കറ്റ്, എനിക്ക് മാർക്കറ്റിലേക്ക് പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു റീഡ് എ ബുക്ക്, എനിക്കൊരു ബുക്ക് വായിക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു മീറ്റ് എ പേഴ്സൺ, എനിക്കൊരു വ്യക്തിയെ കാണേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്, മാർക്കറ്റിലേക്ക് പോകേണ്ടതുണ്ട്, വെജിറ്റബിൾസ് വാങ്ങേണ്ടതുണ്ട്, എനിക്കിവിടെ ഇരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന ആശയം എവിടെയെല്ലാം വരുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ ഹാവ് ടു എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഹാവ് ടു എന്ന ആശയം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകൾ നിർമ്മിച്ച് പഠിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഹാവ് ടു ചേർത്ത് ഒരുപാട് വാക്കുകൾ നിർമ്മിച്ച് പഠിക്കുക. എന്നാൽ ഇംഗ്ലീഷ് എത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും എളുപ്പമായുള്ള ഒരു സിമ്പിളായുള്ള ഒരു മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യും. എന്നാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇംഗ്ലീഷിൻ്റെ മറ്റു ആശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി, ശുഭദിനം.